വെൽക്കം ടു പെർഫെക്റ്റ് ഫോട്ടോഷോപ്പ്. പലരും എന്നോട് സംശയം ചോദിച്ചൊരു കാര്യമാണ് ഈ റോ ഫയൽസ് എങ്ങനെയാണ് നിങ്ങൾ JPEG-യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അതിന് ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ. ഒരു സോഫ്റ്റ്വെയറും വേണ്ട, നമുക്ക് ഫോട്ടോഷോപ്പിനകത്ത് തന്നെ ഈസി ആയിട്ട് നമുക്ക് JPEG-യിലേക്കോ അല്ലെങ്കിൽ PSD-യിലേക്കോ അല്ലെങ്കിൽ TIFF-ലേക്കോ നമുക്ക് ഈസി ആയിട്ട് ഫോട്ടോഷോപ്പിന് അകത്ത് തന്നെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ആദ്യമായിട്ട് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം റോ ഫയൽസ്, നിങ്ങൾക്ക് ആവശ്യമായ റോ ഫയൽസ് ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് നിങ്ങൾ കോപ്പി ചെയ്യുക. ഞാനിപ്പോൾ ഈ റോ ഫയൽസ് കുറച്ച് ഞാൻ ഈ ഫോൾഡറിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫയലിൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇമേജ് പ്രോസസ്സർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ 1, 2, 3, 4 സെക്ഷനാണുള്ളത്. ആദ്യത്തെ സെക്ഷൻ, ഒന്നാമത്തെ സെക്ഷൻ നമ്മളുടെ റോ ഫയൽസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഏത് ഫയൽസാണോ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെലക്ട് ഫോൾഡറുണ്ട്. അത് നമ്മൾ ഈ റോ ഫയൽസ് ഏത് ഫോൾഡറിലാണോ കിടക്കുന്നത് ആ ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ, ഇത് എങ്ങോട്ടാണ് സേവ് ചെയ്യേണ്ടത്, കൺവേർട്ട് ചെയ്യുന്ന ഫയൽസ് എങ്ങോട്ടാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷനാണ്. സേവ് ഇൻ സെയിം ലൊക്കേഷൻ തന്നെ നമുക്ക് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോൾഡറിലേക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സെയിം ഫോൾഡറിൽ തന്നെ കൊടുക്കുകയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ, ഇത് നമുക്ക് ഫയലിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ റോ ഫയൽസ് സേവ് ആസ് JPEG-യിലേക്കാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. നമുക്കിത് JPEG-യിലേക്ക് കൺവേർട്ട് ചെയ്യാം, PSD-യിലേക്ക് കൺവേർട്ട് ചെയ്യാം, TIFF-ലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ JPEG-യിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. JPEG-യിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വാളിറ്റി 12 ആക്കിയിടാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ അത് കുറഞ്ഞായിരിക്കും കിടക്കുന്നത്. അപ്പോഴും 12ലേക്ക് ഇടാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് ഫുൾ ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്കിത് JPEG-യിലേക്ക് മാത്രമല്ല PSD ആയിട്ടും TIFF ആയിട്ടും ഒരേ സമയത്ത് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് PSD നമുക്ക് ടിക്ക് ചെയ്യാം, TIFF-ഉം ടിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ റോ ഫയൽസ് 3 ഫയൽസിലേക്കും ഒരേ സമയം കൺവേർട്ട് ആവുന്നതാണ്. ഇനി നാലാമത്തെ പ്രിഫറൻസ്, അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ വിട്ടേക്കുക. അതിനുശേഷം റൺ കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ റോ ഫയൽസ് ഓരോന്നായിട്ട് ഓപ്പണായി JPEG-യിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ റോ ഫയൽസ് എല്ലാം കൺവേർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. റോ ഫയൽസ് എന്നുള്ള ഫോൾഡറിൽ തന്നെയാണ് അത് കൺവേർട്ടായി വന്നിരിക്കുന്നത്. ഇത് നമ്മളുടെ റോ ഫയൽസ്. അത് JPEG എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് അത് JPEG ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം PSD എന്നുള്ള ഫോൾഡറിലേക്ക് അത് PSD ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. TIFF എന്നുള്ള ഫോൾഡറിലേക്ക് അത് TIFF ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമുക്കിപ്പോൾ JPEG മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ JPEG മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് PSD-യും TIFF-ഉം ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് 3ഉം ഒരുമിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷനും കൂടി ഇതിനകത്തുണ്ട്. അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റോ ഫയൽസ് JPEG ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മുടെ ഫോട്ടോഷോപ്പിൽ തന്നെ വേറൊരു സോഫ്റ്റ്വെയറിനെയും ആവശ്യമില്ല. അതുപോലെ തന്നെ ആൽബം ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ PSD ആയിട്ടായിരിക്കും അല്ലെങ്കിൽ TIFF ആയിട്ടായിരിക്കും നമ്മൾ സാധാരണ സേവ് ചെയ്യുന്നത്. പക്ഷേ ഇത് പ്രിൻ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് JPEG-യിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്കിത് പ്രിൻ്റ് അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ആൽബം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 50 ലീഫ് ഉണ്ടാവും, 100 ലീഫ് ഉണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ ഓരോ പേജ് ഓപ്പൺ ചെയ്തിട്ട് സേവ് ആസ് കൊടുത്തിട്ട് നമ്മൾ JPEG-യിലേക്ക് സേവ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ 50 ലീഫ് 100 ലീഫൊക്കെ ഉണ്ടെങ്കിൽ അത് ഓരോന്ന് ഓപ്പൺ ചെയ്ത് സേവ് ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് സമയമെടുക്കും. ഇപ്പോൾ 50 ലീഫ് 100 ലീഫ് നമുക്ക് ഒറ്റയടിക്ക് JPEG-യിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ ഇമേജ് പ്രോസസ്സർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതും എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മളുടെ PSD ഫയലുകൾ ആദ്യം ഒരു ഫോൾഡറിലേക്ക് നമ്മൾ കോപ്പി ചെയ്തിടുക. അതിനുശേഷം ഈ സെയിം പ്രോസസ്സ് തന്നെ സ്ക്രിപ്റ്റിൽ ഇമേജ് പ്രോസസ്സ് എടുക്കുക. നമ്മളുടെ ഫോൾഡർ PSD ഫയൽ എവിടെയാണോ കിടക്കുന്നത് ആ ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തേൽ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് സെയിം ലൊക്കേഷൻ തന്നെ നമുക്ക് സേവ് ചെയ്യാം. നമുക്ക് അത് JPEG-യിലേക്കാണ്, ഇപ്പോൾ PSD ഫയലാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, JPEG-യിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ PSD-യും വേണ്ട, TIFF-ഉം വേണ്ട, നമുക്ക് JPEG മാത്രം മതി. എങ്കിൽ റൺ കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ആൽബം ഡിസൈൻസൊക്കെ ഓപ്പണായിട്ട് അത് തന്നെ സേവ് ആയിക്കോളും. നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 50 ലീഫ് ആണെങ്കിലും 100 ലീഫ് ആണെങ്കിലും അത് ഓപ്പണായിട്ട് ഓട്ടോമാറ്റിക്കലി JPEG-യിലേക്ക് ഫുൾ റെസൊല്യൂഷനിൽ തന്നെ കൺവേർട്ടാക്കി നമുക്ക് തരുന്നതാണ്.
ഇപ്പോൾ JPGയിലേക്ക് അത് മുഴുവനായിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ PSD എന്നുള്ള ഫയലിൽ അതിനകത്ത് JPG എന്നുള്ളൊരു ഫോൾഡർ അത് ക്രിയേറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് അത് JPGയിലേക്ക് കൺവേർട്ടാക്കി തന്നിട്ടുണ്ട്. ഇതുപോലെ ഈസി ആയിട്ട് റോ ഫയൽസും PSD ഫയൽസും TIFF ഫയൽസും ഒക്കെ JPGയിലേക്ക് കൺവേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ തിരിച്ചും കൺവേർട്ട് ചെയ്യാനും JPG ഫയൽസ് PSD ആയിട്ടോ TIFF ആയിട്ടോ കൺവേർട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഫോട്ടോഷോപ്പിലെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ടിപ്പും ട്രിക്സും ഇനിയും നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അൺടിൽ ദെൻ, ഗുഡ് ബൈ. അപ്പോൾ ഓണത്തിന് കാണാം.